4 ദിവസം കൊടുങ്കാട്ടിലകപ്പെട്ട് അതിനുശേഷം അവിടുന്ന് രക്ഷപ്പെട്ട് തിരിച്ച് നാട്ടിലേക്ക് ഇറങ്ങി വന്ന ശരണ്യ ഈ ഒരു വാർത്തയിൽ എത്രത്തോളം നെഗറ്റിവിറ്റി കണ്ടെത്താൻ പറ്റുമോ അത് കണ്ടെത്തി സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ഊളകളുടെ ഇടയിലാണ് ഞാൻ ഈ ഒരു കണ്ടൻറ്റിൻ്റെ പോസിറ്റീവായിട്ടുള്ള കുറച്ച് വശങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കേസ്. ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്കിങ്ങനെ പറയാൻ പറ്റും, നക്സലൈറ്റ് ബന്ധമുള്ള അല്ലെങ്കിൽ ടെററിസ്റ്റ് ബന്ധമുള്ള ഒരുത്തിയാണ് ശരണ്യ. അതുകൊണ്ട് 4 ദിവസം അവൾ അവിടെ നിന്ന് മറ്റുള്ള ആളുകളെ പോലെയല്ല, ഓള് ഭക്ഷണമില്ലാണ്ട് അര ലിറ്റർ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് എങ്ങനെയാണ് 4 ദിവസം അവൾക്ക് അവിടെ നിൽക്കാൻ സാധിച്ചത്? അതിനർത്ഥം അവളെ അവിടെ ആരോ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നോ? അവളവിടെ എന്താ പറയുക, ആയുധ പരിശീലനത്തിന് വേണ്ടി അവളവിടെ നിൽക്കുകയായിരുന്നു. NIA അന്വേഷിക്കണം, ഇവളെ ജയിലിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്കിങ്ങനെ പറയാം ഗൈസ്. ഇങ്ങനെ പറയാനൊക്കെ എളുപ്പമാണ്. ഒരു കാര്യമില്ല ഗൈസ്. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഈ ഇലക്ഷൻ സമയത്തായതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇത് ആളുകൾ ഈ നെഗറ്റിവിറ്റി ഈ ഒരു വിഷയത്തിൽ കണ്ടെത്താനുള്ള കാരണങ്ങളിൽ ഒന്ന് ഈ പ്രത്യേകിച്ച് ഇലക്ഷൻ ടൈമാണ് തോന്നുന്നത് കേസ്. ഇപ്പോൾ പലരും പറയുന്ന ഒരു സംഭവത്താണ് നക്സലൈറ്റ് ബന്ധമാണ് ശരണ്യയ്ക്ക്, അങ്ങനെയാണ് NIA ബന്ധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, NIA അന്വേഷിക്കണം എന്നുള്ള ഒരു വേർഷൻ. വേറെ സംഭവം പറയുന്നത് ഞങ്ങളുടെ നികുതി പണം തിരിച്ചു താടി അല്ലെങ്കിൽ അവളിൽ നിന്ന് വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ട് കേസ്. ഇവർ പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറലാവാൻ വേണ്ടിയിട്ട് കാട്ടിൽ പോയ ഒരുത്തിയാണ് ശരണ്യ, അവളെ സൂപ്പർ ശരണ്യ എന്നൊന്നും വിളിക്കേണ്ട ഒരു കാര്യമില്ല എന്നൊക്കെ, ഇങ്ങനെയുള്ള ഒരു സംഭവം. അവളെ ബ്രേവായിട്ടുള്ള ഒരുത്തി രീതിയിലൊന്നും കാണേണ്ട കാര്യമില്ല എന്ന്. മലമ്പുഴയിൽ ബാബു എന്ന പേരുള്ളൊരു മൂപ്പര് കയറി പറ്റിയിട്ട് മൂപ്പരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസ ചിലവായി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്ക് അല്ലേ. അപ്പോൾ ഈ ഒരു സാധനം മുൻനിർത്തിയിട്ടാണ് പല ആളുകളും പറയുന്നത് ഞങ്ങളുടെ നികുതി പണം ഇങ്ങനെയുള്ള തോന്നിയാസങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാനുള്ളതല്ല. ഇവൾക്ക് ആ 12 പേര് ഗ്രൂപ്പായിട്ട് പോയപ്പോൾ അതിൻ്റെ ഇടയിൽ അവരുടെ കൂടെ പോയ പോലെ ഇവളെന്തിനാണ് ഒരു പട്ടിയെ കളിപ്പിച്ചിട്ട് ഒരു സൈഡിൽ നിന്നത്? അതുകൊണ്ടല്ലേ കൂട്ടം തെറ്റിയത്? കൂട്ടം തെറ്റിയല്ല, മനഃപൂർവ്വം അവൾ കൂട്ടം തെറ്റിച്ചതാണ്, അവൾ വൈറലാവാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണ്. ഇതൊക്കെ ഒരു കൂട്ടം ആളുകൾ. പിന്നെ ഇവരുടെ വേറെ കാരണങ്ങളായിട്ട് ഇവർ പറയുന്ന വേറെ സണ്ട് കേസ്, അതായത് 4 ദിവസം 500 ml അര ലിറ്റർ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഒരു 37 കാട്ടിൻ്റെ ഉള്ളിൽ, കൊടുങ്കാട്ടിൻ്റെ ഉള്ളിൽ, അതായത് ആനയും പുള്ളിപ്പൂരിയൊക്കെ ഉണ്ട് ഇത്ര അവിടെ, ആ കാട്ടിൽ അവൾ അവിടെ താമസിക്കുകയാണ്. അതിൻ്റെ ക്ഷീണമൊന്നും ഓൾക്കില്ല, അതിൻ്റെ ഭയം ഓൾക്കില്ല. മീഡിയനെ എത്ര ഹാപ്പി ആയിട്ടാണ് അവൾ ഫേസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഒരിക്കലും ഒരു സാധാരണ ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ നെഗറ്റീവായ ഒരു സാധനം. അതായത് അവൾ വൈറലാവാൻ വേണ്ടി അല്ലെങ്കിൽ വേറെ പലതും ഹൈഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എന്താ പറയുക നികുതിപ്പണം ഉപയോഗിച്ച് വൈറലാവാൻ വേണ്ടിയിട്ട് ഇതാണ് ഒരു വെയിൻ സാധനം. അല്ലെങ്കിൽ നക്സലൈറ്റ് ബന്ധമുള്ള ഒരു 37 കാട്ടിൽ 4 ദിവസം നിന്നു. അത് ആളുകൾ അവളെ തലയിൽ കയറ്റി വെക്കുന്നു. വളരെ ബ്രേവായിട്ടുള്ള വ്യക്തിയാണ്, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്നൊരു വേർഷൻ. ഇനി ഇതിൻ്റെ പോസിറ്റീവ് സാധനങ്ങൾ നോക്കുക ഗൈസ്. കുറച്ച് കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് വേറൊരു രീതിയിൽ ഈ ഒരു സാധനത്തെ എങ്ങനെ നോക്കാം. ഒന്നാമത്തെ കാര്യം, എല്ലാ മനുഷ്യരും ഉളകളല്ല. അങ്ങനൊരു സാധനം ഉണ്ടല്ലോ, എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല. അവരവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അരക്ഷിതാവസ്ഥകൾ അല്ലെങ്കിൽ എന്താ പറയുക ഒരു അപകടത്തെ ഒക്കെ നോക്കിക്കാണുന്നതും സമീപിക്കുന്നതും ഇടപെടുന്നതും ഇതിലൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ശരണ്യ ട്രക്കിങ്ങൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ള ഒരു 37 ട്രക്കിങ് ഇഷ്ടമുള്ള അഡ്വഞ്ചറസ് മൈൻഡ് സെറ്റുള്ള ഒരു 37 അതാണ് ഒന്നാമത്തെ പോയിന്റ് കേസ്. അവരുടെ സംസാരത്തിന് എനിക്കതാണ് തോന്നിയത്. അവരങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇവരവിടെ പോയപ്പോൾ എങ്ങനെയാണ് ഈ ധൈര്യം കിട്ടിയത് എന്നൊക്കെ പല ചാനൽസ് ചോദിക്കുമ്പോൾ അതറിയില്ല, അത് നമ്മളൊരു അപകടത്തിൽ പെടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും. അത് വളരെ ബോൾഡായിട്ടുള്ള ഒരു 37 എനിക്ക് തോന്നിയത്. അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ അഡ്വഞ്ചറസ് ആണ്. അപ്പോൾ അവൾ അവിടെ പെടുന്ന സമയത്ത് അവൾക്ക് മനസ്സിലായിരുന്നു എന്തായാലും പെട്ടു എന്ന് മനസ്സിലായി. അപ്പോൾ അവൾ 4 ദിവസം അവിടെ ജീവിക്കേണ്ടി വന്നു കൊടുങ്കാട്ടിൽ. അതിലൊരു കാരണം അവൾ പറയുന്നുണ്ട്. അവളവിടെ ഫസ്റ്റ് ദിവസം ട്രൈ ചെയ്തു, അതായത് എങ്ങനെയെങ്കിലും വഴി കണ്ടെത്താൻ വേണ്ടി. ഈ ട്രക്കിൻ്റെ ട്രെയിൽ എന്ന് പറയും, അതായത് ട്രക്കിങ്ങിന് പോയ വഴിയുടെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയുള്ളൊരു സംഭവം. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് അതൊന്നും കിട്ടിയില്ല. ആ ട്രെയിൽ ലോസായി പോയി, അവൾക്കത് കിട്ടിയില്ല, വഴിയൊന്നും കിട്ടിയില്ല. ഏത് വഴി തിരിച്ച് താഴത്തേക്ക് ഇറങ്ങും നാട്ടിലെത്തുന്ന ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ അവൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവളുടെ ഫോണിൽ ചാർജ് വളരെ കുറവായിരുന്നു. അപ്പോൾ അവിടുത്തെ ഹോം സ്റ്റേയുടെ അവർക്ക് അവരോട് വിളിച്ച് പറഞ്ഞു ഇതെങ്ങനെയാണ് വഴി തെറ്റിയിട്ടുണ്ട് എന്നൊരു സംഭവം. പക്ഷേ അത് ആരോടാണോ പറഞ്ഞത് അവർക്ക് ക്ലിയർ ആയോ ഇല്ലേന്ന് അറിയില്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ ഓൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നേരെ അവളുടെ സുഹൃത്തിനെ ടെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി, മെസ്സേജ് ചെയ്യാൻ വേണ്ടി ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തു, സെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കിയ സമയത്ത് എന്ത് സംഭവിച്ചു, ഫോൺ ഓഫായി പോയി. ഇതാണ് സംഭവം. അപ്പോൾ ഓൾക്ക് ഉറപ്പുണ്ടായിരുന്നു ട്രക്കിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ അവളുടെ ലൊക്കേഷൻ വെച്ചിട്ട് അവളെ കണ്ടെത്താൻ സാധിക്കുമെന്ന്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രക്കിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഇറങ്ങുന്ന സമയത്ത് അവിടെ സൈൻ ചെയ്യണം.
അപ്പോൾ ഈ ഓളി ശരണ്യ കാട്ടിലകപ്പെട്ടവർക്കല്ലേ, അപ്പോൾ തിരിച്ചാൾക്ക് സൈൻ ചെയ്യാൻ പറ്റില്ല, എന്തിരെത്തിയെന്നല്ലല്ലോ. അപ്പോൾ ആൾക്ക് മനസ്സിലാവും ഒരാൾ മിസ്സിങ് ആണെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും അവർ അങ്ങനെ ട്രക്കിംഗ് സംവിധാനം അവിടെ ഉണ്ടെങ്കിൽ ഒരാളവിടെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടുത്താനുള്ള സൗകര്യം കൂടി അവിടെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അവൾക്കറിയാം ആരെങ്കിലും അന്വേഷിച്ച് വരും എന്നുള്ള കാര്യം. അതാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ അതായത് ചെറിയ ട്രക്കിംഗ് ആണ്, ഉച്ചയ്ക്ക് തിരിച്ച് എത്താൻ സാധിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ പവർ ബാങ്ക് കയ്യിലായിരുന്നു. അതുകൊണ്ടാണ് ഫോൺ ഓഫായി പോയത്, പെട്ടെന്ന് ഓഫായി പോയത്. പിന്നെ അതേപോലെ തന്നെ പെട്ടെന്ന് ഇറങ്ങാമെന്നുള്ളൊരു അവസ്ഥയും കൊണ്ട് തന്നെ ഒരുപാട് വെയിറ്റുള്ള സാധനങ്ങളൊന്നും കയ്യിലില്ലായിരുന്നു. ബാഗ് ഉണ്ട്, അതേപോലെ 1/2 ലിറ്റർ വെള്ളമുണ്ട്. അപ്പോൾ അവൾ അത്രയാണ് ആലോചിച്ചുള്ളൂ. പിന്നെ അവിടെ പോയപ്പോൾ അത് ആ മല കയറുന്ന സമയത്ത് അവൾ പറയുന്ന ഒരു സാധനം എന്താ വെച്ചാൽ, മല കയറുന്ന സമയത്ത് ചുറ്റുമുള്ള ആളുകളെ തൊട്ടപ്പുറത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ തിരിഞ്ഞു വന്നപ്പോഴേക്ക് പിന്നെ അവരെ കാണാനില്ല. അങ്ങനെയാണ് പെട്ടുപോയത്. പിന്നെ ഡെൻസ് ഫോറസ്റ്റ് പോയി പെട്ട്. അപ്പോൾ അവൾ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പാറക്കെട്ടുകളുള്ള അരുവിയുള്ള ഒരു സ്ഥലത്ത്, 2 സൈഡും ഡെൻസ് ഫോറസ്റ്റാണ്, പക്ഷേ വലിയ പാറക്കെട്ടുകളുള്ള അരുവിയുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ആ പാറക്കെട്ടുകളുള്ളതുകൊണ്ട് തന്നെ വലിയ വന്യമൃഗങ്ങളൊന്നും അവിടെ വരൂലാന്ന് ഒരു തോന്നലുണ്ടായതുകൊണ്ട് അവൾ അവിടെ കഴിച്ചു കൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ദിവസം ഒരേ സ്ഥലത്ത് ഇനി ഞാൻ ഇങ്ങോട്ട് പോകില്ല, ആൾക്കാർ വേണം ഇങ്ങോട്ട് വരട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതോ, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് കഷ്ടപ്പെടുന്നത്, ആരെങ്കിലും എന്നെ അന്വേഷിച്ച് വരട്ടെ വിചാരിച്ച് അവിടെ നിന്നല്ല. ഒത്തിരി പറയുന്നുണ്ട്, സ്റ്റാർട്ടിങ്ങിൽ എന്ത് ചെയ്തു, ആളുകളെ കോൺടാക്ട് ചെയ്യാനുള്ള ശ്രമം നടത്തി. അത് ഫ്യൂട്ടൈലായ ഒരു അറ്റംപ്റ്റാണ്, അത് നടന്നില്ല, വേണ്ട വിചാരിച്ച ഒരു റിസൾട്ട് ഉണ്ടായില്ല. പിന്നെ എന്ത് സംഭവിച്ചാൽ മുപ്പത്തേര് കുറച്ച് ദൂരം നടന്നപ്പോൾ നടക്കാനുള്ള ശ്രമം അപ്പോഴാണ് മനസ്സിലായത് കാല് വേദനിക്കുന്നുണ്ട്, ഭയങ്കര ടയേർഡാണെന്നൊരു സംഭവം. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. പിന്നെ ഇപ്പോൾ എന്താ ചെയ്യണത്, അവിടുന്ന് ഓടിയിട്ട് പരക്കം വിളിച്ച് പരിഭ്രാന്തി അടിച്ചിട്ട് അതിനെ തെക്ക് വടക്ക് നടക്കണം, അത് ആ പുഴയിൽ മുങ്ങിയിട്ടാവണം, എന്താണ് ചെയ്യേണ്ടത്, അത് മലയുടെ മുകളിൽ നിന്ന് എടുത്ത് ചാടണം. അപ്പോൾ മുപ്പത്തേർക്ക് മനസ്സിലായി അപകടകരമായ ഒരു അവസ്ഥയിലാണ് പെട്ടിറങ്ങുന്നത്. പിന്നെ മഴ പെയ്തപ്പോൾ മൊത്തം വെറ്റായി. പിന്നെ മഴ പെയ്തിട്ട് നമ്മളൊരു കാര്യമല്ലേ, നമ്മൾ ഈ റോട്ടിൽ കൂടെ നടന്നു പോകണ പോലെ ഇല്ല, അത് കൊടുങ്കാടാണ്. ജൂലിയൻ കൊപ്കെ എന്നു പേരുള്ള ഒരു പെൺകുട്ടി കാട്ടിലകപ്പെട്ടതിനെ കുറിച്ചുള്ള ഒരു സംഭവങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കും. കേട്ടിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അവർ കാട്ടിലകപ്പെട്ടു, കുറേ ദിവസങ്ങൾ കാട്ടിലകപ്പെട്ടു. അപ്പോൾ കാട്ടിലകപ്പെട്ടപ്പോൾ അവർക്ക് അവരുടെ ശരീരത്തിൽ സംഭവിക്കുന്ന വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ഇത് വിശപ്പോ അങ്ങനെയല്ല അവർക്ക് തോന്നിയത്. തുടക്കത്തിൽ വിശപ്പൊക്കെ ഉണ്ടായിരുന്നു, പിന്നീട് വെച്ചാൽ ബോഡി വേറൊരു രീതിയിലാണ് റിയാക്ട് ചെയ്തത്. ഒന്നാമത്തെ കാര്യം പേടി ഉണ്ടായിരിക്കും, പിന്നെ അവിടെ ആരും ഇല്ലാത്തതിൻ്റെ ഒരു ഇതുണ്ടായിരിക്കും, വൈൽഡ് ആയിട്ടുള്ള ഒരു നേച്ചറാണ്, വൈൽഡ് അനിമൽസൊക്കെ ഉള്ള ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ബോഡി, നമ്മുടെ മൈൻഡൊക്കെ റിയാക്ട് ചെയ്യുന്ന വേറെ രീതിയിലായിരിക്കും, നമുക്ക് ടൈം കൃത്യമായിട്ട് അറിയണമെന്നില്ല. പിന്നെ മഴയൊക്കെ പെയ്യുമ്പോഴുള്ള ഒരു അവസ്ഥകൾ ഇതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോരുടെ ബോഡിയും ഓരോരുടെ മൈൻഡൊക്കെ വേറെ രീതിയിലായിരിക്കും, ബ്രെയിനൊക്കെ വേറെ രീതിയിലായിരിക്കും റിയാക്ട് ചെയ്തിട്ടുണ്ടാവും ഗൈസ്. അപ്പോൾ മഴ പെയ്തു എന്ന് പറയുന്നുണ്ട്, അപ്പോൾ അവരുടെ ക്ലോത്ത്സ് മൊത്തം വെറ്റായി എന്നുള്ളൊരവസ്ഥയിൽ പറയുന്നുണ്ട്. ബോഡി വളരെ വീക്കായിരുന്നു, അതായത് കാലൊക്കെ വേദനിക്കുന്നുണ്ടായിരുന്നു പറയുന്നുണ്ട്. ചെറിയ രീതിയിൽ സ്ക്രാച്ചുകളൊക്കെ ആയിരുന്നുണ്ടായിരുന്നു, ഈ പുല്ലൊക്കെ ആയിട്ട് ചെറിയ മുറികളുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അവർ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേറൊരു കാര്യം എന്താ വെച്ചാൽ 4 ദിവസം ഭക്ഷണം കഴിക്കാണ്ട് ശരണ്യൊക്കെ എങ്ങനെയാണ് ആ കാട്ടിലൊക്കെ അവിടെ ജീവിക്കാൻ സാധിച്ചത്. ഈ 4 ദിവസം കൊണ്ട് ഈ 1/2 ലിറ്റർ വെള്ളം കുടിച്ച് തീർക്കല്ല മുപ്പത്തേര് ചെയ്തത്. ഈ പൊട്ടന്മാരും പൊട്ടികൾ എന്താണ് അങ്ങനെ കണക്കാക്കണത്. അവിടെ അരുവിയുടെ അടുത്താണ് ഓളുണ്ടായിരുന്നത് 4 ദിവസം, 3 രാത്രി 2 പകൽ എന്താണ് എന്തായാലും. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് വെള്ളം കുടിക്കായിരുന്നു, ഡെയിലി 3 ലിറ്റർ വെള്ളം കുടിക്കേണ്ടതെന്ന് പറഞ്ഞായിരുന്നു. ഭക്ഷണം കഴിക്കാണ്ട് ഒരാൾക്ക് 2 ആഴ്ച വരെ ജീവിക്കാൻ പറ്റുമെന്നാണ് സയൻസ് പറയുന്നത് കേസ്. അപ്പോൾ ഇവിടെ 4 ദിവസം ഡെയിലി 3 ലിറ്റർ വെള്ളം കുടിച്ചിട്ട് ഓൾക്കവിടെ ജീവിക്കാൻ പറ്റിയ അടിപൊളിയില്ലേ. അതില്ല, അത് കോമൺ സെൻസ് വെച്ചിട്ട് മനസ്സിലാക്കി ചെയ്യാൻ പറ്റും. അപ്പോൾ അതുമല്ല, ട്രക്കിങ്ങിന് പോകുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരാൾ, അത്യാവശ്യം ബോധമുള്ള ഒരു കാട്ടിലകപ്പെട്ട എങ്ങനെ അതിനെ അതിജീവിച്ച് വരാമെന്നൊക്കെ ധാരണയുള്ള ഒരാളായിരിക്കും. അറ്റ്ലീസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ടെങ്കിലും ഉണ്ടാവില്ലേ പോണതിന് മുമ്പ്, ഇല്ലേ. അതുമല്ല, അത് ആദ്യത്തെ ട്രക്കിംഗ് അല്ലല്ലോ. അപ്പോൾ ഇതിനുള്ള ട്രെയിനിങ് കിട്ടിയ ഒരാളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസ് കണ്ട ഒരാളോ ഒക്കെ ആയിരിക്കും. ഇതൊരു പാഷനായിട്ട് ചെയ്യുന്ന ആളല്ലേ. അല്ലെങ്കിൽ ഇങ്ങനെ പേടിയുള്ള ഒരാളാണെങ്കിൽ ആ 12 പേരെ കൂടെ നിന്നിട്ട് അയ്യോ ഞാൻ ഇപ്പോൾ അകപ്പെട്ട എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചിട്ട് പേടിച്ചിട്ടൊക്കെ നടന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിലൊരു എൻ്റർടൈൻമെൻറ്റും അതിലൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു സാധനം എലിമെൻറ്റ് നഷ്ടപ്പെടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ എന്ത് ചെയ്തു, ഒരു നായനെ കണ്ടപ്പോൾ നായനെ കളിപ്പിച്ച് അവിടെ നിന്ന്. അതുകൊണ്ട് ഇപ്പോൾ എന്താ പ്രശ്നം, ഇതിനൊക്കെ ആളുകൾ വളരെ നെഗറ്റീവായിട്ട് എടുക്കണത്. അപ്പോൾ ഇത് നമ്മൾ 10 പേര് കൂടിയിട്ട് ഒരുമിച്ച് നിന്നിട്ട് ട്രിപ്പ് പോയി വരണ സാധനമല്ല ഇത് ട്രക്കിംഗ് ആണ്. ഇത് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ആ എലമെൻറ്റ് മൈൻഡിൽ വെച്ചിട്ട് വേണം നമ്മളൊരു ഈ ഒരു വിഷയത്തെ അനലൈസ് ചെയ്യാന്നാണ് ഗൈസ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറൊരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കയ്യിൽ ചിലപ്പോൾ നട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അവർ ആ ഇൻ്റർവ്യൂവിൽ അല്ലെങ്കിൽ ആളുകൾ അവരോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ചിലപ്പോൾ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ അവർക്ക് പറഞ്ഞിട്ടില്ലായിരിക്കാം, അവർ ചിലപ്പോൾ മറന്നതായിരിക്കാം, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഫ്രൂട്ട്സ് കിട്ടിയിട്ടുണ്ടായിരിക്കാം, അവിടുന്ന് കഴിച്ചായിരിക്കാം.
അല്ലെങ്കിൽ പച്ചവെള്ളം കുടിച്ചിട്ട് 4 ദിവസം ജീവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര വലിയ റിസ്ക്കി ആയിട്ടുള്ള ഒരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നില്ല കേസ്. ചിലപ്പോൾ ഗ്ലൂക്കോസ് എന്തെങ്കിലും കലക്കിയുള്ള വെള്ളമൊക്കെ ആയിരിക്കും അവരുടെ കയ്യിലുള്ള 1/2 ലിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുപോലെ പിന്നെ അവരുടെ ബോഡി കണ്ടാൽ മനസ്സിലാവും അവർ അതായത് അവർ ഡയറ്റൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു ലെവലിലുള്ള ഭക്ഷണം ഒരു നേരം ഭക്ഷണം ഇല്ലെങ്കിൽ ജീവിക്കുക എന്നുള്ളൊരു അവസ്ഥയിൽ നോക്കത്തിലായിട്ടാണ് കേസ് എനിക്ക് തോന്നുന്നത്. അവരുടെ പാരൻസ് പറയുന്നൊരു സംഭവമുണ്ട്, അവർ നോമ്പ് എടുക്കലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫുഡില്ലാണ്ട് 4 ദിവസം പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അവൾക്ക് വലിയ വിഷയമല്ല. അപ്പോൾ അത് അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ ഓള് മുത്താണ് ചരണ്ടിയ സൂപ്പർ കുത്തുപടി ചരണ്ടിയാണ് കേസ്. എനിക്ക് അങ്ങനെയാണ് ഈ ഒരു കാര്യത്തെ തോന്നണത്. അപ്പോൾ എന്തായാലും ശരണ്യ അവിടെ 4 ദിവസം പിന്നെ അതിൽ പറയുന്ന വേറൊരു കാര്യം എന്താ വെച്ചാൽ അവർക്ക് മനസ്സിലായി ലൊക്കേഷൻ വെച്ചിട്ട് ആരെങ്കിലുമൊക്കെ അന്വേഷിക്കാൻ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അവൾ എന്തായാലും അവിടെ പെട്ടു എന്ന് മനസ്സിലായി. അപ്പോൾ പ്രാക്ടിക്കലി ഉള്ള ചിന്തകളായിരുന്നു. പിന്നെ അവർ പറയുന്ന ഒരു സാധനമുണ്ട്, എനിക്കത് ഭയങ്കര കാൽപ്പനികമായിട്ട് ഭയങ്കര രസമായിട്ട് തോന്നിയുള്ള ഒരു സാധനം. അവരൊരു പ്രാക്ടിക്കൽ മൈൻഡ് സെറ്റ് കൂടി ചേരുമ്പോൾ വേറൊരു വൈബ് തോന്നി. അതായത് അവർ പറയുന്നുണ്ട് അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റിസ്കി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ അവർ അവിടെ തന്നെ നിന്ന്, അതായത് വന്യമൃഗങ്ങളൊന്നും അങ്ങോട്ട് വരില്ല എന്ന് അവർക്ക് തോന്നി. പിന്നെ അവർ പറയുന്നുണ്ട് അവിടെ ആനകളുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ആനകൾ ആ ഭാഗത്തേക്ക് വരില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ അവർ പറയുന്ന സാധനം രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ അവരിങ്ങനെ കൂക്കിടുണ്ടായിരുന്നു. പിന്നെ വിസിബിലിറ്റി ഉള്ള ഒരു സ്ഥലത്തേക്കാണ് അവർ മാറിയത്, പാറക്കെട്ടിൻ്റെ അവിടെ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഡ്രോൺ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കാണുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അങ്ങോട്ട് മാറിയത്. അപ്പോൾ പ്രാക്ടിക്കലി നല്ല ബോധമുണ്ട്. പിന്നെ ഈ അനാവശ്യമായി ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ, ടെൻഷൻ അടിച്ചാൽ ഉള്ള ബോധം പോയിട്ട് പെർസ്പിറേഷൻ സംഭവിച്ച് ചിലപ്പോൾ ബോധം കെട്ട് വീണാൽ തിരിയും കഴിച്ച്. അപ്പോൾ ഇങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ട്. അതുമല്ല ഇവർ പറയുന്നൊരു സാധനമുണ്ട്, ഇങ്ങനെ കൂക്കുന്ന സമയത്ത് ആരെങ്കിലും സൗണ്ട് കേട്ടിട്ട് വരുമോ, അത് ഇവർ അന്വേഷിച്ചിട്ട് ആളുകൾ വരുമല്ലോ, അത് വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവിടെ നിന്നത്. അപ്പോൾ ഇവർ പ്രാക്ടിക്കലി ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉള്ള വ്യക്തിയായിരുന്നു, ഭയങ്കര ബോൾഡായ വ്യക്തിയായിരുന്നു, കോമൺ സെൻസ് ഉള്ള വ്യക്തിയായിരുന്നു. പിന്നെ വേറൊരു സംഭവം ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ 3 ലിറ്റർ വെള്ളം ഡെയിലി കുടിച്ചിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ വേറൊരു സംഗതി എന്ന് വെച്ചാൽ ഇവർ പറഞ്ഞ രാത്രി സമയത്തെക്കുറിച്ച് ഇവർ പറയുന്നുണ്ട് കേസ്. ഏതോ മറ്റേ മൂപ്പരുണ്ടല്ലോ, കുറേ മൗണ്ടനൊക്കെ കീഴടക്കിയ ഒരു മനുഷ്യൻ 7 ഭൂഖണ്ഡത്തിൽ. മൂപ്പര് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു സംശയങ്ങളുണ്ട്, നിങ്ങളിതിൻ്റെ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്ന് രേഖപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്പൺ ടു അതേഴ്സ് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് റേസ് ചെയ്യുന്നുണ്ട്, കുറച്ച് ഡൗട്ട്സ്. അതിൽ മൂപ്പര് വളരെ നെഗറ്റീവായ രീതിയിൽ പറയുന്നതായിട്ടാണ് കേസ് എനിക്ക് തോന്നിയത്. ഓക്കെ, അത് ക്ഷീണമില്ല എന്നൊക്കെ. ഇതൊരു തരം ഈഗോ ആണ് കേസ്, കോംപ്ലക്സ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതായത് 37 ഇപ്പോൾ വൈറലായി, അതിൻ്റെ ചിലപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത് ഡൗട്ടുണ്ട്. ചിലപ്പോൾ പോസിറ്റീവ് ഉദ്ദേശം വെച്ച് പറഞ്ഞാൽ എനിക്ക് അറിയില്ല. എന്തായാലും എനിക്കതിലൊരു കുശുമ്പുള്ള പോലെയാണ് എനിക്കത് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കേസ്. പിന്നെ അതിൻ്റെ വേറെ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവരെ ബോഡി ഒരു 4 ദിവസം ഫുഡ് കിട്ടിയില്ലെങ്കിലും സെറ്റാവുന്ന ഒരു അവസ്ഥയിലായിരുന്നു. പിന്നെ അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു മൂപ്പത്തിയായിരുന്നു. പിന്നെ മൂപ്പര് പറഞ്ഞത് ഭയങ്കര വൈൽഡായിട്ടുള്ള ഒരു സാധനമാണ് രാത്രി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിലുള്ള ഒരു പേടി ഉണ്ടാവില്ല എന്ന രീതിയിലൊക്കെ പലരും ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർ പറയുന്നൊരു സംഭവമുണ്ട് കേസ്, രാത്രി സമയമാകുമ്പോൾ ഒരു 6:45 വരെ അവർ നടന്നു. പിന്നെ അവർക്ക് മനസ്സിലായി ഇനി കാടാണ്, രാത്രിയാണ്, കാടാണ്, അപ്പോൾ ഇനി വെറുതെ റിസ്ക് എടുത്തിട്ട് കാര്യമില്ലാന്ന്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഒരു 11 മണിയാകുമ്പോഴൊക്കെ 7 മണിക്ക് ശേഷമൊക്കെ എന്താ വെച്ചാൽ ഒരുപാട് മിന്നാമിന്നുകൾ വരും. നിങ്ങൾ ആ സാധനം ആലോചിച്ച് നോക്കി, കൊടുങ്കാട്, ചീവീടുകൾ, മിന്നാമിന്നുകൾ. അതുപോലെ ഒരു 11 മണിയാകുമ്പോഴേക്ക് മൂണ് വരും, ചന്ദ്രൻ തെളിഞ്ഞ് വരും. അപ്പോൾ എന്താ വെച്ചാൽ ഫുള്ള് ലൈറ്റാണ് അവിടെ. അതായത് ഒന്നും ക്ലിയറായിട്ട് എല്ലാം ഇങ്ങനെ ഓരോന്നിങ്ങനെ കാണുകയെന്നല്ല, ഫുള്ള് ലൈറ്റാണ് അവിടെ. നമുക്കറിയാവുന്നതാണ് ഒരു ഫുൾ മൂൺ ടൈമിൽ നമ്മുടെ പറമ്പ് കൂടെയൊക്കെ പോകുന്ന ഒരവസ്ഥ. അപ്പോൾ ഇത് കാടാണ്. അപ്പോൾ അവർക്ക് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു സാധനം എൻജോയ് ചെയ്തിട്ടുണ്ടായിരിക്കും കേസ്. ഇതിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടിപൊളിയായിട്ടുള്ള റിയാക്ഷൻ തോന്നി സീക്രട്ട് ഏജൻറ്റിൻ്റെയാണ്. സീക്രട്ട് ഏജൻറ്റ് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അവർ 2 മാസമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഒരു സംഭവം അവർ പറഞ്ഞു. അവർ ഇങ്ങനെ ഒരു സ്പിരിറ്റുള്ളൊരു മൂപ്പത്തിയാണ്, ഒരുപാട് ഇൻഡിവിജ്വാലിറ്റിക്കും സോളിനും ഇമോഷൻസിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ലോകത്ത് 16 തരത്തിലുള്ള ആളുകളുണ്ടെന്നാണ് മയേഴ്സ് ബ്രിഗ്സ് പ്രകാരം പറയുന്നത്, MBTI പ്രകാരം. അപ്പോൾ ഒരങ്ങനെ മറ്റുള്ള 15 ടൈപ്പ് ആളുകളെ പോലെ ആവില്ല, അങ്ങനെ എടുക്കാമല്ലോ. അപ്പോൾ ഇതിൽ സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞല്ല, ഇത് ഞാൻ പറഞ്ഞാണ്. സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞ സംഭവമുണ്ട്. ഒരു പക്ഷേ അവരൊരു വളരെ ഡിപ്രഷനിലൂടെ പോയോണ്ടിരിക്കുന്ന ഒരു ആളായിരിക്കും. അപ്പോൾ അവർക്ക് അവിടെ പെട്ടപ്പോൾ അവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും ഇതൊന്നും വലിയ വിഷയമല്ല, എന്തായാലും ഇങ്ങനെ ആയില്ലേ, എന്നിട്ട് അവിടെ കിടന്ന് തീരട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർക്ക് തിരിച്ച് നാട്ടിൽ വന്നപ്പോഴും അവർക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാത്ത, മീഡിയനെ കണ്ടപ്പോഴാണ്. അപ്പോൾ എനിക്കൊന്നും ഒരു പക്ഷേ അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ ഇതെന്താ കാര്യം എന്ന് വെച്ചാൽ ലൈഫിൽ ചിലപ്പോൾ വല്ല ലവ് ഫെയിലിയർ അനുഭവിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് വിഷയങ്ങളായിട്ടോ ഫാമിലി ഇഷ്യൂസായിട്ടോ ഞാൻ നിൽക്കുന്ന സമയത്ത് ഒരു സമാധാനത്തിന് വേണ്ടി ട്രക്കിങ്ങിന് പോയതായിരിക്കാം. അവരപ്പോഴും പറയുന്നുണ്ട് ഞാൻ കൂർഗിൽ വന്നതുകൊണ്ട് പോയതാണ്, അല്ലാണ്ട് വലിയ പ്ലാനൊന്നും ഇല്ലായിരുന്നു, ഗുഡ് ഫ്രൈഡേ ആയതുകൊണ്ടൊക്കെ അങ്ങനെ ടൈം കിട്ടിയപ്പോൾ പോയതാണെന്നൊക്കെ. എന്തായാലും അവർ ട്രക്കിങ്ങിന് പോകുന്ന സമയത്ത് ഇത് മനുഷ്യന്മാരല്ലേ, റോബോട്ടുകളും മെഷീനൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ മരം കൊണ്ടുണ്ടാക്കിയതും കല്ലുകൊണ്ട് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതും നല്ല ഇമോഷൻസ് ഫീലിങ്സൊക്കെ ഉണ്ട്.
അപ്പോൾ ഓരോരു പക്ഷേ ചിലപ്പോൾ ഭയങ്കര ഡൗൺ ആയ സമയത്ത് ഡിപ്രസ്ഡ് ആയ ടൈമിലായിരിക്കും ട്രക്കിങ്ങിന് പോയിട്ടുണ്ടാവുക. അപ്പോൾ അവർക്ക് ഒരു 4 ദിവസം അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇങ്ങനെ അഡ്വഞ്ചറസ് സ്പിരിറ്റുള്ള ഒരാൾ അങ്ങനെയുള്ള സിനിമകൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കാം, ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കാം, പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം, അങ്ങനെ ആളുകളായിട്ടുള്ള കോൺടാക്റ്റ് ഉണ്ടായിരിക്കാം. അപ്പോൾ അവരിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോഴേക്ക് പേടിച്ച് ബോധം കെട്ട് വീണ് ഉള്ള വൃത്തിയാവണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കണോർത്താണ് നമ്മുടെ മിസ്റ്റേക്ക് കേസ്. എനിക്കതാണ് തോന്നുന്നത്. പലരും പ്രശ്നം എന്താണ്, ഇവർ 4 ദിവസത്തിന് ശേഷം തിരിച്ച് നാട്ടിൽ വന്നപ്പോൾ അല്ലെങ്കിൽ മീഡിയനെ കാണുന്ന സമയത്ത് ഇവരുടെ ബോഡി ലാംഗ്വേജിൽ ടെൻഷനൊന്നുമില്ല, ഇവർക്ക് ക്ഷീണമില്ല. ടെൻഷൻ ഇല്ലാണ്ടിരിക്കാൻ കാരണമാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. അവർ അഡ്വഞ്ചർ സ്പിരിറ്റുള്ള ഒരു ലേഡിയാണ്. അവർ ട്രക്കിംഗ് ആണ് ചെയ്യണത്, അല്ലാണ്ട് ചുമ്മാ അവിടെ പോയിട്ട് ഒരു ടൈം കിട്ടിയപ്പോൾ ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ചിട്ട് 10 പേരുടെ കൂടെ അങ്ങനെ പോയതല്ല. ഒറ്റയ്ക്ക് വഴി വെറ്റി വന്നത് പറഞ്ഞ വഴി ഒറ്റയ്ക്ക് നടക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു കാര്യമുണ്ട്. രണ്ടാമത്തെ ഒരു ബോഡി ടയേർഡായിട്ട് തോന്നുന്നില്ല, ആ ഒരു ടയേർഡ്നെസ് ബോഡിയിൽ കാണുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ സംഭവം പറയട്ടെ കേസ്. ഇവിടെ നമ്മൾ പറഞ്ഞു അവർ ഡയറ്റിങ്ങോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ നോമ്പെടുക്കുകയോ ഒക്കെ വ്രതമൊക്കെ എടുത്തുള്ള എക്സ്പീരിയൻസ് ഉള്ളൊരു മൂപ്പത്തിയാരാണ്. അപ്പോൾ അവരൊരു ബോഡി ആ ഒരു രീതിയിലാണ്. അപ്പോൾ പറഞ്ഞു ഡെയിലി 3 ലിറ്റർ വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞാൽ അവരുടെ ശരീരത്തിന് അത് മതിയായിരിക്കും. അപ്പോൾ എന്തായാലും ശരണ്യ 4 ദിവസം ഒരു കൊടുങ്കാട്ടിൽ ജീവിച്ചു, അകപ്പെട്ടു എന്നുള്ള വാക്ക് ഞാൻ ഉപേക്ഷിക്കുകയാണ് കേസ്. 4 ദിവസം അവരവിടെ അകപ്പെട്ടതുകൊണ്ട് ജീവിച്ചു എന്നോ അല്ലെങ്കിൽ അവർക്ക് അവിടെ ജീവിക്കേണ്ടി വന്നു എന്നോ, എന്തായാലും അത് അവർക്കൊരു വളരെ പേടിപ്പെടുത്തുന്നതും ത്രില്ലിങ്ങും ആയിട്ടുള്ള എല്ലാം കൂടി മിക്സഡ് ആയിട്ടുള്ള ഒരു സാധനം, ഒരു അനുഭവമായിരുന്നു. അപ്പോൾ അവർക്ക് അവിടെയുള്ള അനുഭവങ്ങൾ വേണമെങ്കിൽ അവരുടെ യൂട്യൂബ് വീഡിയോസിലോ ഇൻസ്റ്റാഗ്രാം വീഡിയോസായിട്ടോ അല്ലെങ്കിൽ പുസ്തകമായിട്ടോ ഒക്കെ അവർക്ക് ചെയ്യാം അല്ലേ, അടിപൊളി. അല്ലെങ്കിൽ ഒരു ആർട്ട് വർക്കായിട്ട് ഒരു സിനിമയായിട്ടൊക്കെ അവർക്ക് ചെയ്യാം, ഷോർട്ട് ഫിലിമായിട്ടോ വലിയ ഫിലിമായിട്ടോ ഒക്കെ. എന്തായാലും സംഭവം അടിപൊളി കേസ്. എനിക്കത് കേട്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയ നെഗറ്റീവായിട്ടോ എന്നാൽ വലിയൊരു സംഭവമായിട്ടോ അങ്ങനെയല്ല തോന്നിയത്. എനിക്ക് തോന്നിയത് ഒരാൾ കാട്ടിലകപ്പെട്ടു, ട്രക്കിങ് പോയിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ, ഒരു മൂപ്പത്തിയൊരു 36 വയസ്സുള്ള കോഴിക്കോട് നാദാപുരംകാരിയായ IT സെക്ടറിൽ വർക്ക് ചെയ്യുന്ന 36 വയസ്സുള്ള ശരണ്യ എന്ന പേരുള്ള ഒരു ലേഡി അവിടെ ഇന്ന് പെട്ടുപോയി. അപ്പോൾ അവരെന്നിട്ട് 4 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അവർ പ്രാക്ടിക്കലായ ഒരു 37 ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരുത്തിയായിരുന്നു. ഒന്ന് സെൻസിറ്റീവാണ്. ഈ ട്രക്കിങ്ങിന് പോകുന്ന ആളുകളെ നിങ്ങളൊരു കാര്യമില്ല, അഡ്വഞ്ചറസ് സ്പിരിറ്റുള്ള ഒരാളായിരിക്കും, അല്ലാണ്ട് ചുമ്മാ പോകില്ലല്ലോ. നിങ്ങളത് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. പിന്നെ എല്ലാവർക്കും എന്താ വെച്ചാൽ ഈ പോസിറ്റീവ് സാധനങ്ങളല്ല ആളുകൾക്ക് താല്പര്യം. കൂടുതലും എത്ര പോസിറ്റീവായ സാധനത്തിൻ്റെ ഇടയിൽ ഒരു നെഗറ്റിവിറ്റി കണ്ടെത്തുക എന്നുള്ളതാണ് ആളുകളുടെ ഒരു ലക്ഷ്യം. അത് പൊതുവേ ഈ മലയാളികളുടെ ഒരു ഇതാണ് തോന്നുന്നത് കേസ്, അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ശരണ്യ 4 ദിവസം കർണാടകത്തിലെ കൂർഗിലുള്ള ഒരു കൊടുംവനത്തിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം അവൾ പുറത്തേക്ക് വന്നു. അവളുടെ വീട്ടുകാർ അവളെ തല്ലോ ചീത്ത പറയും, എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. എന്തായാലും അവൾ വൈറലായി. അതൊക്കെ എല്ലാത്തിൻ്റെയും ഭാഗമാണ് കേസ്. സോഷ്യൽ മീഡിയ, ഓൺലൈൻ മീഡിയ, അതേപോലെ തന്നെ ന്യൂസ് ചാനൽസ്, ഇവർക്കൊക്കെ ഒരു കണ്ടൻറ്റാണ് ഈ സംഭവം. എന്തായാലും എനിക്ക് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് കുറേ വിവരമില്ലാത്ത കുറേ നെഗറ്റീവുകളായ കമൻറ്റ് വോളികളും അല്ലെങ്കിൽ റിയാക്ഷൻ ചാനൽ വീഡിയോസ് ചെയ്യുന്ന ആളുകളുടെയൊക്കെ ഇടയിൽ സീക്രട്ട് ഏജൻറ്റിൻ്റെ വീഡിയോ ആണ് എനിക്ക് കൂടുതൽ കണക്ട് ചെയ്യുന്ന രീതിയിൽ തോന്നിയ കേസ്. ഇനി പറയാൻ പറ്റില്ല കേട്ടോ, ഇനി ശരണ്യക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ ബന്ധങ്ങളുണ്ടോ, അവൾ വേറെ എന്തെങ്കിലും ഉടായ്പിലേഡ് ചെയ്താണോ എന്നൊന്നും അറിയില്ല. പിന്നെ ഇങ്ങനെ അഡ്വഞ്ചറസ് ആയ ആളുകൾക്കൊക്കെ ഒരു ചെറിയ രീതിയിൽ ഒരു പ്രാന്തിൻ്റെ ഒരു അംശം ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേസ്. പ്രാന്ത് പറഞ്ഞ് ശരിക്കും പ്രാന്ത് എന്നല്ല, ഒരു അപ്പോൾ ഏതെങ്കിലും ഒരു ഫീൽഡിൽ പാഷനേറ്റായ ആളുകൾക്കൊക്കെ ഉണ്ടാവില്ല. ഇപ്പോൾ സിനിമ, എഴുത്ത്, യാത്ര ചെയ്യുക, ട്രക്കിങ്ങിന് പോവുക, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു സ്പോർട്സിൽ, ഇപ്പോൾ ഗെയിമിലോ ഫുട്ബോളിലോ ക്രിക്കറ്റിലൊക്കെ ഉള്ള മറ്റുള്ള പോലെ ആവില്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു വന്യത ഉള്ളിലുണ്ടായിരിക്കും. ഇപ്പോൾ പറഞ്ഞല്ലോ, കൊടുങ്കാട്ടിൽ അകപ്പെടുമ്പോൾ നമ്മളാണെങ്കിൽ പേടിച്ച് പോകില്ല, അതും 4 ദിവസം ഫുഡില്ലാണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും ഒരു വേറൊരു രീതിയിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ആളുകൾ യാത്ര ചെയ്യണത്. കൊടുങ്കാട്ടിൽ അകപ്പെടാൻ വേണ്ടി യാത്ര ചെയ്യണമെന്നല്ല കേട്ടോ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നൊരു പോയിന്റ് ഇതാണ്, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള, കുറച്ച് ഡീപ്പായിട്ടുള്ള, ഇൻറ്റൻസ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആളുകൾ യാത്ര ചെയ്യുന്നു, ട്രക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് അല്ലേ. അത്രയേ ഉള്ളൂ സംഭവം. ഇപ്പോൾ ഇൻടു ദ വൈൽഡ് എന്നുള്ളൊരു മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലാത്തവർക്ക് പോയി കാണുക. ഇതാണ് എനിക്ക് പറയാനുള്ള സാധനം. അതിലുണ്ട് എല്ലാം ഞാൻ പറഞ്ഞ കാര്യങ്ങളിലെ കുറേ സംഭവങ്ങൾ. അവൻ കാട്ടിൽ ഇങ്ങനെ പോവുകയാണ്. അവൻ്റെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന് ശേഷം അവൻ്റെ ഫാമിലി വിട്ടിട്ട്, അവൻ്റെ ലവറിനെ വിട്ടിട്ട് അവൻ ഒരു കാട്ടിൽ പോവുകയാണ്, യാത്ര ചെയ്യുകയാണ്. അപ്പോൾ പുറത്തുള്ള ആളുകൾ എന്തൊക്കെ പറയുണ്ടാവും, എന്തായാലും അവൻ കാട്ടിൽ പോവുകയാണ്. ഏറ്റവും അവസാനം കാട്ടിൽ കിടന്ന് അവൻ മരിച്ചു, അത് വേറെ സംഭവം. അതായത് അവൻ കഴിച്ച
ഒരു സാധനം അതായത് അവൻ ഇങ്ങനെ തടി കുറഞ്ഞ് വരികയാണ്, ഫുഡില്ലല്ലോ. അപ്പോൾ അവിടെയുള്ള നട്ട്സും കുറച്ച് സാധനങ്ങളൊക്കെ ഫ്രൂട്ട്സൊക്കെ അവൻ കഴിച്ചിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു സാധനം അത് ശരിക്കും ബെൽറ്റിൻ്റെ ഓട്ടല്ലേ, ഓട്ട അതിൻ്റെ ബാക്കിലുള്ള ഓട്ട അങ്ങനെ ഇങ്ങോട്ട് ഏറ്റവും അവസാനം പുതിയ ഓട്ടകളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അവൻ ബെൽറ്റൊക്കെ ഇടുന്നത്. അതൊക്കെ സിനിമയിൽ പറയുന്നുണ്ട്. ഏറ്റവും അവസാനം എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇതുകൂടി പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാണ്. അവൻ കഴിച്ച ഒരു സംഭവമല്ലേ, അതാണ് മാറിപ്പോവും. അത് ദഹിക്കാത്ത രീതിയിലുള്ള ഒരു സാധനമായിരിക്കും, ദഹനത്തെ ഇല്ലാണ്ടേക്കണ ഒരു സാധനം. അപ്പോൾ അതോടുകൂടി പിന്നെ അവന് മരിക്കുവൻ. അതാണ് സംഭവം ഏറ്റവും അവസാനം. അപ്പോൾ ഒരു പന്നിയല്ല, ഒരു കരടി അവൻ്റെ മുന്നിൽ വന്നിട്ട് നിൽക്കണ ഒരു സാധനമുണ്ട് ഗൈസ്. ആ കരടി ഇങ്ങനെ ഊതുന്ന ഒരു സാധനം. അപ്പോൾ അത് അയ്യോ. അപ്പോൾ ഞാൻ കണ്ടിട്ടില്ലാത്തൊരു ഇതാണ് ഇൻടു ദ വൈൽഡ്. പ്രബുദ്ധ മലയാളി സമൂഹമേ, ഊളകൾ. അപ്പോൾ ഞാൻ എല്ലാവരും ചേർത്തിട്ട് ഊളകൾ എന്ന് പറയില്ല കേട്ടോ. എന്തിലും നെഗറ്റീവ് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് ഞാനിവിടെ ഊളകൾ എന്ന് പറയുന്നത്. എന്തായാലും ഇൻടു ദ വൈൽഡ് എന്നുള്ള സിനിമ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള ഒരു സിനിമയാണ്. അതേപോലെ തന്നെ ഇവിടെ ശരണ്യയുടെ ഈ ഒരു ഞാൻ ഇതുമായിട്ടൊക്കെയാണ് ചേർത്ത് വെക്കുന്നത് കേസ്. അതേപോലെ തന്നെ ഇതിൻ്റെ സമ്പ്രദായം ജൂലിയൻ കോപ്കയുടെ അവർ അച്ഛനുമായിട്ട് അച്ഛൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അച്ഛൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായിരുന്നു. ജൂലിയൻ കോപ്കയുടെ ഒരു അങ്ങനെ വരുന്നത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായിരുന്നു. അപ്പോൾ അച്ഛനെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് അച്ഛൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് എന്തോ ഒരു ഹെലികോപ്റ്റർ പ്ലെയിൻ ക്രാഷ് സംഭവിച്ച് അവർ നേരെ ആമസോൺ കാടിൽ പെടുകയാണ്. എന്നിട്ട് കുറേ ദിവസങ്ങളോളം അവരെ കാലിൽ വലിയ മുറിയൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെയാണ് ഏറ്റവും അവസാനം അവിടുത്തെ ഒരു ട്രൈബൽ സെറ്റിൽമെൻറ്റിലുള്ള ആളുകൾ, അവിടെയുള്ള ഹണ്ടിങ്ങിന് വന്ന ആളുകൾ അവരെ അവരുടെ കുടിലിൻ്റെ അവിടെ എത്തുകയാണ്. അപ്പോഴേക്കും അവർ മൊത്തം ബേൺഡ് ഔട്ടായിട്ട് അവരെന്ത് സംഭവിക്കും, ക്ഷീണിച്ച് വീഴും, പിന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കും. അങ്ങനെയൊക്കെയാണ് സംഭവം കേസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തായാലും എനിക്ക് ഈ ഒരു സംഭവം ഇൻസ്പിറേഷനായിട്ടാണ് തോന്നിയത് കേസ്. അതായത് ആളുകൾ ഇതേ ശരണ്യ ചെയ്ത പോലെ ട്രക്ക് ചെയ്യണം അതൊന്നുമല്ല പറയുന്നത്. സംഭവം എന്താ വെച്ചാൽ നമ്മൾ ലൈഫിൽ ഒരു അപകടകരമായ ഒരു അവസ്ഥയിലെത്തുന്ന സമയത്ത്, അതിപ്പോൾ കാട്ടിൽ വീട് ആയിക്കോട്ടെ, ജീവിതത്തിലെ സാഹചര്യങ്ങളായതുകൊണ്ട് വേറെ എന്തെങ്കിലും അസുഖങ്ങൾ വരിക, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, ലവ് ഫെയിലിയർ വരിക, എന്തോ ആയിക്കോട്ടെ, അങ്ങനെ ഒരു ആങ്ഷ്യസ് ആയ ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ, അപകടകരമായ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തുന്ന സമയത്ത് അതിനെ അതിജീവിക്കാനുള്ള ഒരു ഊർജ്ജം നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെ കണ്ടെത്തുക എന്നുള്ളൊരു പോയിൻ്റാണ് ഞാൻ ഇതിൽ ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നെഗറ്റീവായിട്ട് പറയുന്ന എന്തെങ്കിലും കമൻറ്റുകളൊന്നും ഞാൻ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിക്കും. നമ്മുടെ ചെറിയൊരു ചാനലാണ്, സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യുക ഗൈസ്. നമ്മുടെ ചാനൽ 7000 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. ഞാൻ കുറേ ഒരു ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നത്. ഇപ്പോൾ വലിയ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനമൊക്കെ വെച്ചിട്ടൊന്നല്ല നമ്മൾ ചെയ്യണത്. മൈക്കൊന്നുമില്ല. അപ്പോൾ ഉള്ള പരിധിയിലൊക്കെ ഉള്ളിൽ അഭിപ്രായം പറയുക എന്നുള്ള സാധനമാണ്. നമുക്ക് പറ്റണ പോലെ എന്തെങ്കിലും ഒരു പോസിറ്റീവായ ഒരു സാധനം ഇട്ട് കൊടുക്കാൻ പറ്റുമോ, അതുള്ള ഷെയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ വീഡിയോസ് ചെയ്യണത്. വീഡിയോ ഹൈപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുന്ന പറഞ്ഞാൽ ഷെയർ ചെയ്യുക. ശരണ്യ വീഡിയോ കാണുകയാണ് എനിക്ക് പറയുള്ളത്. യു ആർ സൂപ്പർ മുത്തുപടി.